അല്ല, താമരശ്ശേരിയിലുള്ള രണ്ട് പ്രബല കായിക ഗ്രൂപ്പുകളാണ് TFAയും ഗോൾഡ് സ്റ്റാറും. ഇവരെ ഇൻസൾട്ട് ചെയ്ത് വിട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുള്ള ഒരു സ്ഥിതി വിശേഷം നിങ്ങളെ പരിഗണിച്ചില്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ പറയുന്നത്. പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഒന്നുകിൽ CPI അല്ലെങ്കിൽ CPM എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അതിന്റെ അർത്ഥം. താങ്കൾ CPIയുടെയോ CPMന്റെയോ നിലവിൽ മെമ്പർ അല്ല, അല്ലെങ്കിൽ ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന പണ്ട് നടന്നിരുന്നു. പണ്ട് താങ്കളുടെ പൂർവ്വകാലങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെയായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ആ പാർട്ടിയുടെ നിലവിലുള്ള നയങ്ങളിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് താങ്കൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ താങ്കളെ പുറത്തേക്ക് ഇറക്കി വിട്ടതാണ്. പിന്നെ എന്തിനാണ് പാർട്ടി താങ്കളെ കയറി? പക്ഷേ മാറഞ്ചേരിയുടെ കേസിൽ നിലവിൽ ആ ഒരു അവസ്ഥയില്ല. ഞാൻ നിങ്ങൾ മത്സരിക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മത്സരിക്കുന്ന ഇല്ല. ഇപ്പൊ നിങ്ങൾ ഉന്നയിച്ച ആ ഒരു സംശയത്തിന് അവിടെ പ്രസക്തി. കാശുള്ളവന്റെ കളറുള്ളവന്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ മുന്നണി സംവിധാനം കാശില്ലാത്തവനും കളറില്ലാത്തവനും അംഗീകരിക്കപ്പെടാതെ പോകുന്നു. ഇത് നിങ്ങൾക്ക് വീക്ഷിച്ചാൽ മതി. താങ്കൾക്ക് അങ്ങനെ തന്നെ തുടങ്ങാൻ പോരെ? എന്തിനാണ് താങ്കൾ അധികാരത്തിന് വേണ്ടി ഇവിടെ അനുകൂലമായി സ്വീകരിച്ചില്ല എന്നുള്ളത്? അതല്ല പ്രയാസം. പാർട്ടി അനുകൂലമായി സ്വീകരിച്ച എല്ലാ വർത്തമാനവും പറയണം. ഇതിനെതിരെ സ്റ്റേ വാങ്ങിക്കുക എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി. ഏറ്റവും വലിയ ആരോപണം ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയാൻ ആഗ്രഹിക്കുന്നത്, കേവലം ഒരു റേഷൻ കട നടത്തിപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ നേരിട്ട ചില ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനുള്ള പ്രതിഷേധം മാത്രമാണ് ഈ ഒരു സ്ഥാനം. അഹങ്കാരത്തിന് കൈയും കാലം വെച്ച ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, തത്വദിനക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന ഒരു വാർഡ് മെമ്പർ, ജനത്തിനും മറ്റ് സംവിധാനങ്ങൾക്കും ഒന്നും ഉപയോഗമല്ലാതെ നടക്കുന്ന ഈ സംവിധാനത്തിൽ ഇങ്ങനെ പോയാൽ പോരാ എന്ന തോന്നലാണ് എന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത്. നമസ്കാരം, JP ടോക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ നമ്മൾ പങ്കുവച്ചത് വീറും വാശിയുമേറി നമ്മുടെ ഓരോ വാർഡുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ത്രിതല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മത്സരത്തിൻ്റെ ചിത്രങ്ങളാണ്. ഓരോ സ്ഥാനാർത്ഥികളും മുന്നോട്ട് വെക്കുന്ന മത്സരത്തിൻ്റെ ആ ഒരു നിലവാരം എത്രത്തോളം ഉയർന്നിട്ടുണ്ട്, അതിൻ്റെ മൂന്നാം ഘട്ട പ്രചരണം എവിടെ വരെ എത്തിയെന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ നമ്മൾ മറ്റ് 2 അധ്യായങ്ങൾ കൂടി, മാറഞ്ചേരിയുമായി ബന്ധപ്പെട്ട് 2 അധ്യായം മാത്രമാണുള്ളത്, മറ്റൊരു അധ്യായം കൂടി നമ്മളിവിടെ പങ്കുവെക്കുകയാണ്. സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണുന്ന ഒരു പേരാണ് റിബൽ സ്ഥാനാർത്ഥികൾ എന്നുള്ളത്. മുഖ്യധാരാ സ്ഥാനാർത്ഥികൾക്ക് എപ്പോഴും അവർക്ക് പറയാനുള്ളതെല്ലാം പറയാനും കേൾക്കാനും ഒക്കെ സമയം അനുവദിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ചാനലുകളിലോ മറ്റ് സംവിധാനങ്ങളിലോ ഒക്കെ അതിനുള്ള സ്പേസ് കിട്ടുമ്പോൾ, റിബൽ സ്ഥാനാർത്ഥികൾക്ക് പലപ്പോഴും എത്രത്തോളം അതിനുള്ള സ്പേസ് ലഭ്യമാകാറുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രത്യേകിച്ച് എന്താണ് റിബൽ അഥവാ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വരുന്ന ഈ ഒരു പേരുള്ള ആളുകളുടെ ആവശ്യം, അല്ലെങ്കിൽ അവർ ആ രംഗത്തേക്ക് വന്നു എന്നത് സ്വാഭാവികമായിട്ടും പൊതുജനം അറിഞ്ഞിരിക്കേണ്ട ചില ഘടകങ്ങൾ അതിലുണ്ടാവാറുണ്ട്. ചിലപ്പോൾ അത് വ്യക്തിപരമായ ചില കാര്യങ്ങളാവാം, ചിലപ്പോൾ മറ്റു ചില രീതിയിലുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാവാം. എന്തായാലും അവർ വരുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും ഇവരുടെ ഒരു പ്രതിഷേധത്തിൻ്റെ പേരിലാണ് നമ്മൾ അവർ റിബൽ സ്ഥാനാർത്ഥികൾ എന്ന് വിളിക്കാറുള്ളത്. മാറഞ്ചേരിയിലും അത്തരത്തിൽ 2 പ്രമുഖ റിബൽ സ്ഥാനാർത്ഥികൾ നമുക്കുണ്ട്. അപ്പോൾ റിബലുകൾക്കും പറയാനുണ്ട് എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു ആശയം. നമുക്ക് ആ ഒരു റിബൽ സ്ഥാനാർത്ഥി, ഞാൻ ആ വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് പൊതുജന മധ്യത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന പദം എന്നർത്ഥത്തിലാണ്. ശരിക്കും അവരെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും ബാക്കി എല്ലാ നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതും. അപ്പോൾ അത്തരത്തിലുള്ള 2 സ്ഥാനാർത്ഥികളാണ് മാറഞ്ചേരിയിൽ മത്സരിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന 2 വ്യത്യസ്ത ആവശ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ റിബലായി അല്ലെങ്കിൽ സ്വതന്ത്രനായി മുഖ്യധാരയിൽ നിന്ന് മാറി നിന്ന് മത്സരിക്കുന്നതിന് 2 or 3 കാരണങ്ങൾ നമുക്ക് കണ്ടെത്തണം. ഒന്ന് വളരെ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, മറ്റൊന്ന് സംഘടനാപരമായോ മറ്റൊക്കെ ഉണ്ടാവും ചില പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഉണ്ടാവാം, അല്ലെങ്കിൽ ചില വിയോജിപ്പുകളുടെ ഭാഗമായൊക്കെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ രൂപപ്പെടാറുണ്ട്. ചിലപ്പോഴത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കഴിയുന്നതോടുകൂടി തന്നെ സമവായത്തിലെത്തുകയും പിൻവലിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ചിലർ തുടർച്ചയായി മത്സരിക്കും, തൻ്റെ സാന്നിധ്യവും തൻ്റെ പ്രതിഷേധമൊക്കെ പൂർത്തിയായി അറിയിക്കപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ അത് അംഗീകരിക്കപ്പെടുന്നത് വരെ അതൊരു പ്രതിഷേധമായി തുടരും. എന്തായാലും അത്തരത്തിൽ 2 സ്ഥാനാർത്ഥികളെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് നമ്മുടെ താമരശ്ശേരി പ്രതികരിക്കുന്ന ഭാഗത്തു നിന്നുള്ള കബീർ അമ്പാരത്താണ്. അപ്പോൾ ഇന്ന് കബീർ അമ്പാരത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. താൻ എന്തുകൊണ്ട് റിബലായി എന്നാണ് കബീർ അമ്പാരത്തിനോട് നമ്മൾ ചോദിക്കുന്നത്. കബീർ അമ്പാരത്തിന് ഈ ഒരു വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം കബീർ അമ്പാരത്തിനെ റിബലുകൾക്ക് പറയാനുണ്ട് എന്ന ഈ അധ്യായത്തിലേക്ക്. എന്താണ് താങ്കളുടെ പ്രതിഷേധം? എന്തുകൊണ്ട് താങ്കൾ റിബലാണ്? അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, തത്വദിനക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറയുന്ന ഒരു വാർഡ് മെമ്പർ, ജനത്തിനും മറ്റ് സംവിധാനങ്ങൾക്കും ഒന്നും ഉപയോഗമല്ലാതെ നടക്കുന്ന ഈ സംവിധാനത്തിൽ ഇങ്ങനെ പോയാൽ പോരാ എന്ന തോന്നലാണ് എന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നയിച്ചത്.
ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ താങ്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്? ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആദ്യമായി തന്നെ പറയാം, ഗവൺമെന്റിന്റെ ഉത്തരവുള്ള ഒരു ഫിസിയോതെറാപ്പി സംവിധാനമുണ്ട്. ഫിസിയോതെറാപ്പി പഞ്ചായത്തുകൾ അതിന്റെ തനത് ഫണ്ട് കൊടുത്താൽ അതിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഓഡിറ്റ് ഒബ്ജക്ഷൻ ഇല്ലാതെ നിർമ്മിക്കാവുന്ന ഒരവസ്ഥയുണ്ട്. ഒരു സ്ഥലം മാത്രം നീക്കി വെച്ചു കൊടുത്താൽ മതി. ഇത് ഞാനൊരു ഫിസിയോതെറാപ്പി ചെയ്യുന്ന ആളാണ്. ഇവിടെ മാറഞ്ചേരി സെന്ററിൽ ബ്ലോക്കിന്റെ വക ഒരു ഫിസിയോതെറാപ്പി സെന്റർ ഉണ്ട്. ഓരോ പഞ്ചായത്തിനും ഇത് നടപ്പിൽ വരുത്താമെന്ന തോന്നൽ കാര്യമുള്ളപ്പോൾ ഇത് പ്രസിഡന്റിനോട് സൂചിപ്പിക്കുകയും പലതവണ നിർബന്ധിക്കുകയും ചെയ്തിട്ടും മനുഷ്യപ്പറ്റുള്ള ഒരു സംസാരം പോലും പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നോ ഭരണസമിതിയുടെ ഭാഗത്തുനിന്നോ ഞങ്ങളുടെ മെമ്പറുടെ ഭാഗത്തുനിന്നോ ഉണ്ടായില്ല എന്നതാണ് എൻ്റെ ഒന്നാമത്തെ പ്രതിഷേധം. ഞാൻ മെമ്പറായി വന്നാൽ അതിനുള്ള എല്ലാ ശ്രമവും നടത്തും. അതിന് നമ്മുടെ മാറഞ്ചേരി ഹെൽത്ത് സെന്റർ പരിസരത്തുള്ള അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ഈ ഒരു ഫിസിയോതെറാപ്പി സെന്റർ മാത്രമാണോ താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ? അല്ല, മാറഞ്ചേരി താമരശ്ശേരി പ്രദേശത്ത് ഒരു പാലം വരുന്നു. ബഹുമാന്യനായ നമ്മുടെ MLA മുൻകൈയെടുത്ത്, താമരശ്ശേരിക്ക് വെളിച്ചം തന്ന MLA മുൻകൈയെടുത്ത് ഒരു പാലം വരുന്നു. ഈ പാലം സമീപകാലത്ത് തന്നെ നടപ്പിലായാൽ, ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ, ഗ്രാമവണ്ടി എന്ന് പറയുന്ന ട്രാൻസ്പോർട്ട് സംവിധാനമുണ്ട്. ആ ട്രാൻസ്പോർട്ട് സംവിധാനത്തിന് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ബസ് റൂട്ട് സ്ഥാപിക്കും. അതിനുള്ള ശ്രമം ഞാൻ ഇപ്പോൾ തന്നെ മന്ത്രി ഗണേശനുമായി സംസാരിച്ച് ഗണേശന്റെ ഓഫീസിൽ അതിനുള്ള സാങ്ഷൻ, പാലം വരട്ടടോ എന്നിട്ടല്ലേ വണ്ടി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് സംവിധാനം എടപ്പാളിൽ നിന്ന് കോലളമ്പിലേക്ക് എത്തുന്നുണ്ട്. കോലളമ്പിലേക്ക് എത്തുന്നത് പുത്തമ്പള്ളി വരെ ആക്കാനുള്ള പ്രൈവറ്റ് സംവിധാനത്തിന് ശ്രമം. താങ്കൾ ഈ പറയുന്ന ഒളമ്പക്കടവ് പാലത്തിനെ കുറിച്ചാണോ തുറവാണത്ത് വരുന്ന പാലത്തിനെ കുറിച്ചാണോ? ഒളമ്പക്കടവ് പാലത്തിനെ കുറിച്ചാണ്. ഈ ഗ്രാമവണ്ടിയും ഒളമ്പക്കടവ് പാലവും ഒക്കെ മറ്റു പലരും നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ഇത് താങ്കൾ പറയുന്നതിൽ എന്ത് പുതുമയാണുള്ളത്? പുതുമയ്ക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ആത്മാർത്ഥതയുടെ പേരിലാണ്. ഇതൊക്കെ മറ്റുള്ളവരും പറഞ്ഞതാണ്. ആയിരിക്കാം. ഇനി അവിടെ ആ പാലം വന്നു കഴിഞ്ഞാൽ അവിടെ സ്പേസ് ഉണ്ടാവുന്ന ഒരു ചെറിയ സ്പേസ് ഉണ്ടാവും. അവിടെ ഈ വാർദ്ധക്യ സഹജമായിട്ടും അല്ലാതെയും ഒക്കെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ള സ്പേസ് ഉപയോഗിച്ച് ഒരു വാർദ്ധക്യ ബാധിക്കുന്നവർക്ക് ഒരു അമ്മ പാർക്ക് നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് താങ്കളുടെ? അല്ല, താമരശ്ശേരിയിലുള്ള രണ്ട് പ്രബല കായിക ഗ്രൂപ്പുകളാണ് TFAയും ഗോൾഡ് സ്റ്റാറും. ഇവരെ ഇൻസൾട്ട് ചെയ്ത് വിട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇവര് പലതരത്തിൽ ഈ പഞ്ചായത്തിന് സഹായിക്കുന്ന രീതി ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്കിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഇവര് ബ്ലോക്ക് മത്സരത്തിന് പഞ്ചായത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കേവലം ഒരു ജേഴ്സി ആവശ്യപ്പെട്ടു. മാറഞ്ചേരി പഞ്ചായത്തിൽ അവർക്കൊരു ജേഴ്സി കിട്ടാത്ത മക്കളൊന്നുമല്ല. ജേഴ്സി ആവശ്യപ്പെട്ടു പഞ്ചായത്തിന്റെ പേരെഴുതി തരണം എന്ന് പറഞ്ഞപ്പോ അവരെ ഇൻസൾട്ട് ചെയ്ത് വിടുന്ന ഒരു സംഭവം ഉണ്ടായി. അവരാ മക്കളെ ചേർത്ത് പിടിക്കും. അവരോട് കഴിഞ്ഞ കാല പഞ്ചായത്തിന് വേണ്ടി മാപ്പ് പറയും. അവർക്ക് വേണ്ടി ഒരു യൂത്ത് ക്ലബ്ബ് സ്ഥാപിക്കും. ആ യൂത്ത് ക്ലബിനെ പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സംവിധാനമാക്കി മാറ്റും. അതിൽ താമരശ്ശേരി കുട്ടികൾക്ക് അനിവാര്യമായ പങ്കുണ്ടാവും. ആ യൂത്ത് ക്ലബിന്റെ നിയന്ത്രണത്തിലായി, പരിപൂർണ നിയന്ത്രണത്തിൽ എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ സ്റ്റേഡിയം കൊണ്ടുവരും. അവർക്കതിൽ സ്വാതന്ത്ര്യം ഉണ്ടാവും, അവർക്കത് അധികാരം ഉണ്ടാവും. അതിനുള്ള ശ്രമം നടത്തും. താങ്കൾ കേവലം ഒരു വാർഡ് മെമ്പർ ആവാനാണ് മത്സരിക്കുന്നത്. താങ്കൾ ഇപ്പോൾ ഈ പറഞ്ഞത് ഒരു വാർഡിന് പുറത്തുള്ള ഒരു വാർഡ് മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിഭിന്നമായി താമരശ്ശേരിക്ക് പുറത്താണ് നമ്മുടെ ഗ്രൗണ്ട് ഉള്ളത്, സ്റ്റേഡിയം ഉള്ളത്. താങ്കൾ ഈ പറഞ്ഞ സംഘടനാ രൂപീകരണവും അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ നയപരമായ തീരുമാനങ്ങളിലേക്കൊക്കെ പോകണമെങ്കിലും, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സെൻറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥാപിതമാകണമെങ്കിലും കൃത്യമായൊരു ഭരണ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കണം. ഭരണ സംവിധാനം നിങ്ങളുടെ കൂടെയും കൂടി നിൽക്കണം. എങ്കിൽ മാത്രമേ സാധ്യമാകൂ. ഇത്തരത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന താങ്കൾക്ക് ഇതൊക്കെ എങ്ങനെ സാധ്യമാകും, വിജയിച്ചാൽ തന്നെയും? നിലവിൽ നമ്മുടെ സംവിധാനത്തിൽ ബഹുമാനപ്പെട്ട അസീസ് മത്സരിച്ചത് സ്വതന്ത്രനായിട്ടാണ്, സമ്പൂർണ്ണ സ്വതന്ത്രൻ. അസീസ് നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. അസീസിനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം അതിൽ പരിപൂർണമായി വിജയിച്ചു. അങ്ങനെയല്ല, എനിക്ക് അതിനെ കൂടുതൽ അറിയില്ലെങ്കിലും വലിയ ചീത്തപ്പേരുണ്ടാക്കാതെ എല്ലാത്തിലും ഇടപെട്ട ഒരു മനുഷ്യനാണ് അസീസ്. അപ്പൊ ഇതിന് നമ്മളെ എന്താ പറയാ, അധികാരങ്ങൾക്കോ സങ്കല്പങ്ങൾക്കോ യാഥാർത്ഥ്യ അങ്ങനെ അതിരി കണക്കാക്കേണ്ട കാര്യമില്ല, നമുക്ക് കഴിയും. പിന്നെ മാത്രമല്ല, ഒരു വാർഡ് മെമ്പറായി നിന്നാൽ, ഒരു വാർഡ് മെമ്പർ ആയില്ലെങ്കിൽ പോലും ഇച്ഛാശക്തിയുള്ള ഒരു പൊതുപ്രവർത്തകന് ഇതിലൊക്കെ ഇടപെടാൻ കഴിയും. ഞാൻ ഒരു പരിധിവരെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. കാരണം ഞാനിപ്പോ ഗ്രാമവണ്ടിയെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഗണേശന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞത് ഇപ്പോ വാർഡ് മെമ്പറായിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. നേരത്തെ
നേരത്തെ ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയ ഈ പഞ്ചായത്തിന്റെ ഒരു അടുത്ത ബന്ധുവായിരുന്നു ഞാൻ. ഒരു നിലക്കും ഒഫീഷ്യലായിട്ടല്ല, അൺഒഫീഷ്യലായിട്ട് 2-3 പീരീഡിൽ ഉണ്ടായിരുന്നു. ഒന്ന് ഖദീജ മുത്തേടത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, സുബൈദ ബക്കർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ, സിന്ധു വക്കീൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഞാൻ ഇതിലുണ്ടായിരുന്നു. അതിപ്പോ എന്തെങ്കിലും പ്രതിഫലം പറ്റിയിട്ടോ എന്തെങ്കിലും അധികാരം ഉണ്ടായിട്ടോ അല്ലല്ലോ. തുടർന്നും താങ്കൾക്ക് അങ്ങനെ തന്നെ തുടർന്നാ പോരെ? എന്തിനാണ് താങ്കൾ അധികാരത്തിന് വേണ്ടി ഇവിടെ മെമ്പർ ആകുന്നത്? അധികാരം ഇതിന്റെ ഒരു വലിയ ഭാഗമാണ്. അധികാരം ഭാഗമാകുമ്പോ അധികാരത്തിലിരിക്കണോ ഈ സേവനം ചെയ്യണതിനേക്കാളും പിന്നാക്കം പോകുന്ന അവസ്ഥ വരുമ്പോ അധികാരം കൂടി ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. ശരി, അപ്പൊ അധികാരത്തിന് വേണ്ടിയാണ് താങ്കൾ ഇപ്പോ? അധികാരം മീൻസ് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മറ്റേ അതിനുപരിയായിട്ട് എന്താ വരിക, അത് അത്രേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു പോരാട്ടമാണല്ലോ. ശരി, താങ്കൾ വിജയിക്കുകയാണെങ്കിൽ ഇവിടെ വലതുപക്ഷം ഭരണസമിതി അധികാരത്തിൽ വരികയും താങ്കൾ വിജയിക്കുകയും ചെയ്താൽ താങ്കൾ ആരോടൊപ്പം നിൽക്കും? അതല്ല ഇടതുപക്ഷ ഭരണസമിതി അധികാരത്തിൽ വരികയാണെങ്കിൽ താങ്കൾ ആരോടൊപ്പം നിൽക്കും? ഒരു സാങ്കല്പിക ചോദ്യമാണ്. അത് ഞാൻ അത്തരത്തിലാണ് ഞാൻ മറുപടി പറഞ്ഞത്. 22 മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ ജയിച്ചു വരട്ടെ. അങ്ങനെ വരുമ്പോ അതിൽ നിന്ന് ഇപ്പൊ ഞാൻ നേരത്തെ പറയാറുള്ള ഒരു കാര്യമാണ്, നേരത്തെ ഇവിടുത്തെ നാടിന് തന്നെ കേരള സ്റ്റേറ്റിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്ന പഞ്ചായത്താണ് നന്നായിട്ട് ഭരണ സംവിധാനം. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതല്ല ഇന്ത്യ മുന്നണി. ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഉയർന്ന ബോഡിയാണ് ഇന്ത്യ മുന്നണി. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ആശങ്കപ്പെടേണ്ട എന്തില്ല. അല്ല, അന്നും ഇടതുപക്ഷമാണ് ഇവിടെ ഭരിച്ചത്. നമ്മുടെ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സംവിധാനം വെച്ച് ഒരു നിമിഷം നിലവിലെ കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനം വെച്ച് ഒന്നുകിൽ ഇടതുപക്ഷം ഭരിക്കും, അല്ലെങ്കിൽ വലതുപക്ഷം ഭരിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭരിക്കും, അല്ലെങ്കിൽ വലതുപക്ഷം സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഇങ്ങനെയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചില സ്ഥലങ്ങളിൽ അത് BJP ഏതെങ്കിലും ഒരു മുന്നണിയോടൊപ്പം അല്ലാതെ പോകാൻ പറ്റില്ല. താങ്കൾ ഏത് മുന്നണിയുടെ പക്ഷം ചേരുമെന്നാണ്? നിങ്ങളെ മീൻസ് എന്താന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കും എന്നുള്ളതാണ്. അതെ, ആ ബോഡി ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അത് നിർബന്ധമൊന്നുമില്ല. ഞാനൊരു കാര്യം കൂടി പറയാം. ഇപ്പോ ഒരു റിസർവേഷൻ സീറ്റ്, റിസർവേഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് റിസർവേഷൻ, അവിടെ ആ റിസർവേഷനിൽ ജയിച്ചു എന്ന കക്ഷിയുടെ മറ്റേ ഭൂരിപക്ഷം കിട്ടിയ കക്ഷിക്ക് ചിലപ്പോ വിഭാഗത്തിൽപ്പെട്ട ആളില്ലെങ്കിൽ മറ്റേ ഭാഗത്തേണ്ടി വരും. ആരാണ് ഭരണം? പക്ഷെ മാറഞ്ചേരിയുടെ കേസിൽ നിലവിൽ ആ ഒരു അവസ്ഥയില്ല, ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ മത്സരിക്കുന്ന സമയത്തെ കാര്യമാണ് പറയുന്നത്. ആ നിങ്ങൾ മത്സരിക്കുന്ന സമയത്ത് ഇല്ല. നിങ്ങൾ ഉന്നയിച്ച ആ ഒരു സംശയത്തിന് അവിടെ പ്രസക്തിയില്ല. ഉണ്ട്, കാരണം തന്നെ 2 BJP ജയിച്ചു വരിക. അതല്ല ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് കാറ്റഗറിയിലേക്ക് ഒരു ഞാനതിനൊരു ഉദാഹരണം അല്ല, അത് നമുക്കില്ല എന്ന് പറഞ്ഞത്. ഭരണ സംവിധാനം ഒന്നും അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നിന്ന് പോകും. അത് രാജ്യത്തിനും വാർഡിനും ഗുണകരമായിട്ട് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ആ രീതിയിൽ അപ്പോ മുന്നോട്ട് പോകും. അത് സംഭവിക്കാൻ വരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കും. എന്തായാലും സ്വതന്ത്രനായിരിക്കും. ശരി, താങ്കളെ ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടാതെ താങ്കൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയാൻ ആഗ്രഹിക്കുന്നത്, കേവലം ഒരു റേഷൻ കട നടത്തിപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ നേരിട്ട ചില ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനുള്ള പ്രതിഷേധം മാത്രമാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം എന്നാണ്. ഇത് എത്രമാത്രം ശരിയല്ല? അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിന്റെ ഒരു വിശദീകരണം തരാൻ കൂടിയാണ് ഞാൻ താങ്കളുടെ ഓഫീസിലേക്ക് കയറി വന്നത്, സംവിധാനത്തിലേക്ക് കയറി വന്നത്. താമരശ്ശേരിയിലെ ഒരു റേഷൻ കട നിലവിലുണ്ട്. അത് തികച്ചും നിയമപരമല്ലാത്ത, പിന്നെ കൈക്കൂലിക്ക് വിധേയമായിക്കൊണ്ട് ഭരണത്തെ സ്വാധീനിച്ച് തുർവാണ നിവാസികളെയും താമരശ്ശേരി നിവാസികളെയും പറ്റിച്ചുകൊണ്ടുണ്ടാക്കിയ, നിലവിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു റേഷൻ കടയാണ്. താമരശ്ശേരിയിൽ ഒരു റേഷൻ കടനെ കുറിച്ച് ആലോചിച്ചത് കബീർ അമ്പാരത്തും മോഹനൻ സഖാവും ഖാദറേനുവും MP നൌഷാദും കൂടി ആളുകളെ വിളിച്ചുകൂട്ടി ഈ രംഗത്ത് നിൽക്കുന്നു എന്നുള്ള എന്നുള്ള നിലയിൽ ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ്. ആ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് ഇത് കൊണ്ട് ഉപജീവനം നടത്തുന്ന ആള് എന്നുള്ള നിലയിൽ എന്റെ സ്കൂട്ടറിൽ വെച്ചിട്ട് എന്റെ വീട്ടിലേക്കുള്ള സാധനം എത്തിക്കുന്നതാണ് എളുപ്പം. എന്നാൽ ഒരു പൊതുഭാഗത്തിന്റെ ഭാഗമായി, ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമായി ഇവിടെ വരാൻ പോകുന്ന റേഷൻ കടയുടെ 1ാമത്തെ കാർഡുകാരൻ ഞാനാവും. മലപ്പുറം ജില്ലയിൽ ഇനിയൊരു റേഷൻ കട വരുന്നുണ്ടെങ്കിൽ ആ റേഷൻ കട താമരശ്ശേരിയിലായിരിക്കും. ഇതിന്റെ ഈ പെറ്റീഷൻ തിലോത്തമൻ മിനിസ്റ്ററെ ഏൽപ്പിച്ചത് സഖാവ് മോഹനാണ്. ഞങ്ങൾ 2 പേരും കൂടി പോവാമെന്ന് തീരുമാനം എടുക്കുകയും തിലോത്തമൻ മിനിസ്റ്ററെ ഞങ്ങളെ റേഷൻ അസോസിയേഷൻ ചേർന്ന് ഒരു സ്വീകരണം നൽകാനുള്ള സംഘാടന ചുമതല ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് എനിക്ക് പോകാൻ പറ്റാതെ കഴിയാണ് ഉണ്ടായത്. ഇത് പിന്നീട് നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി. ഇതെനിക്കും വ്യക്തിപരമായിട്ട് പ്രയാസം ഉണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇപ്പോസ് വരികയും മറ്റു പല സംവിധാനത്തിന്റെ വ്യത്യാസം വരികയും ചെയ്തു. എന്നാൽ ഇതെന്റെ മനസ്സിൽ കിടന്നിരുന്നു.
ഈ സമയത്താണ് ഗവൺമെന്റിന്റെ ഒരു ഉത്തരവ് വന്നത്. എന്ത്? ഫ്ലഡ് പ്രദേശവും വനപ്രദേശവും ഭൂമിശാസ്ത്രപരമായി പ്രയാസം അനുഭവിക്കുന്ന സ്ഥലത്ത് റേഷൻ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാന്നുള്ളത്. റേഷൻ കടകൾ ഇനി വീടുകളിലേക്ക് എന്ന ആശയം. ആ ആശയം അപ്പൊ ഞാനത് ഈ സംവിധാനത്തിന്റെ ഒരു സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനത് എടുക്കുകയും തുർവാണം നിവാസികൾക്ക് വീടുകളിലേക്ക് ഈ സാധനം എത്തിച്ചു കൊടുക്കുകയും അതുപോലെ ആ സാധനം എന്റെ താമരശ്ശേരിയിലേക്കും കൂടി ഉപയോഗപ്പെടുത്താമെന്ന് സങ്കല്പിച്ചിരിക്കുകയായിരുന്നു. ഇതിന് എന്റെ ഇപ്പോസ് ഉപയോഗിക്കുകയും എനിക്ക് ചില്ലറ വരുമാനം കിട്ടുകയും കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം നഷ്ടപ്പെടില്ല എന്നർത്ഥം, അല്ലാണ്ട് പുതിയത് കിട്ടുന്നില്ല. ഇങ്ങനെ ഞാൻ ഇരിക്കുന്ന ഇതിന്റെ പേപ്പർ വർക്ക് നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അസുഖം ബാധിക്കുകയും ബൈപ്പാസ് ഓപ്പറേഷന് വിധേയമായി ഏതാണ്ട് ഒഴിവിൽ കഴിയുന്നവരെ, കാരണം ഒരു കോവിഡിന്റെ പശ്ചാത്തലം അത് കഴിഞ്ഞ പശ്ചാത്തലം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഏതാണ്ട് ഒരു വർഷത്തോളം ഒരു ഒഴിവിൽ കഴിയുന്ന രീതി ഒരു മനുഷ്യനായിട്ട് ബന്ധപ്പെടാതെ ഈ സമയത്ത് ഇത് മുതലെടുത്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയം മാത്രം കൈമുതലാക്കുന്ന ചില ആളുകൾ, ചില കുരുട്ടുബുദ്ധികൾ അതിന്റെ ഫയല് ചുരണ്ടിയെടുക്കുകയും അത് ഇത്തരത്തിൽ നശിപ്പിച്ചു കളയുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ അല്ലാതാക്കുന്ന ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്തു. ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെടുകയാണ്, താങ്കളുടെ സംസാരത്തിൽ ഇടയ്ക്കിടപെടുകയാണ്. താങ്കൾ പറയുന്നു താങ്കൾ ഒരു വർഷത്തോളം ഒളിവിൽ എന്നതുപോലെ വിശ്രമ ജീവിതം നയിക്കുന്ന സമയത്താണ് ഫയൽ ചുരണ്ടിയെടുത്ത് ചില താല്പര്യ കക്ഷികൾ ഇതുമായി മുന്നോട്ട് പോയതെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ ചോദിക്കാനുള്ളത്, താങ്കൾ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഒരു വ്യക്തി വിശ്രമ ജീവിതം നയിക്കുന്നു എന്നതുകൊണ്ട് സർക്കാർ നിശ്ചയിക്കുന്ന ഒരു സംവിധാനം നാട്ടിൽ നടപ്പിൽ വരുത്തുന്നതിന് താമസം വരുത്തേണ്ട സാഹചര്യമുണ്ടോ? അത് നേരത്തെ നടപ്പിലാക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അവർ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല. പക്ഷെ ഇത് നടപ്പിലാക്കേണ്ടത് എങ്ങനെയായിരുന്നു? നടപ്പിലാക്കേണ്ടത് ബീറിന്റെ റേഷൻ കട അല്ലെങ്കിൽ 37ാമത് ഇതിന്റെ ചുമതലയുള്ള റേഷൻ കട അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ റേഷൻ കടയുടെ ഇപ്പോസ് ഉപയോഗിച്ച് ഈ സംവിധാനം നടപ്പിലാക്കിയിരുന്നെങ്കിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ അത് ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ തുറാണം നിവാസികൾക്കും താമരശ്ശേരി നിവാസികൾക്കും വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം എനിക്കും കൂടി വലിയ ഉപകാരമായിരുന്നു. സാമ്പത്തികമായി താങ്കളുടെ വ്യക്തിപരമായ കാര്യമാണ്. താങ്കളുടെ കച്ചവടം കൂടുമെന്ന് താങ്കളുടെ വ്യക്തിപരമായ കാര്യം. ഞാൻ പറയുന്നത് നിങ്ങളുടെ സ്ഥാപനം, നിങ്ങളൊരു റേഷൻ കട നടത്തുന്നത് നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി മാത്രമൊന്നുമല്ലല്ലോ. നമ്മുടെ ഉപജീവന മാർഗമാണ്. താങ്കൾക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് അവിടെ ചെലവാകുന്ന വസ്തുവിന് അല്ലെങ്കിൽ കൂടുന്ന വരുമാനത്തിന് ഒരു പങ്ക് താങ്കൾക്കും ഉണ്ട്. അവിടെ കച്ചവടം കൂടുന്നതനുസരിച്ച് താങ്കൾക്കാണ് ഉണ്ടാവണം. അപ്പൊ താങ്കളുടെ കച്ചവടം കൂടുന്ന രീതിയിൽ അത് കൊണ്ടുവരണമായിരുന്നു എന്നാണ് താങ്കളുടെ വ്യക്തിപരമായ അവിടെയാണ് പ്രശ്നം. കാരണം എന്ന് പറഞ്ഞാൽ ഈ റേഷൻ സംവിധാനം ആകെ ഈ താളം തെറ്റിയിട്ട് മൊത്തം എന്റേതല്ല, ഞാൻ സ്റ്റേറ്റ് അതിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, CITUവിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയിട്ടാണ് ഇത് ആകെ. എന്നിട്ട് നമുക്കിത് എന്തെങ്കിലും കൂട്ടിത്തരും, ഞങ്ങൾക്കിത് നിലനിൽക്കാൻ പ്രയാസമാണെന്ന് സമ്മർദ്ദപ്പെടുത്തി മന്ത്രിയെ കണ്ട് ബാക്കി ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമ്പോഴും 10,000 കടയാക്കി നിലനിർത്തണം. 14,300 കടയുള്ളത് 10,000 കടയാക്കി നിലനിർത്തണം എന്ന് ഒരു ഗവൺമെന്റ് ആലോചന വന്നപ്പോൾ അത് പറ്റില്ല. ഇത് വെച്ച് ഉപജീവനം നടത്തുന്ന ആരെങ്കിലും ഇത് ഈ ഏർപ്പാട് ഇട്ടു പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ, അല്ലാതെ നിർത്താൻ കഴിയില്ല. ഇത് നിലനിർത്തണം എന്നുള്ള പ്രയാസപ്പെടുന്ന കാലത്താണ് പുതിയൊരു ഏർപ്പാട് കൂടി. ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് താങ്കൾ ഇപ്പോഴും വന്നില്ല. താങ്കൾ പറഞ്ഞത് അങ്ങനെ ഒരു ഇപ്പോസ് പുതുതായിട്ട് അല്ലെങ്കിൽ ഒരു മെഷീൻ, ഒരു സംവിധാനം, ഒരു റേഷൻ കട കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എൻ്റെ റേഷൻ കടയിലൂടെ ആയിരുന്നുവെങ്കിൽ അതെനിക്ക് ഗുണം കിട്ടുന്ന കാര്യമായിരുന്നു, അല്ലെങ്കിൽ അതാണ് താങ്കൾ ആഗ്രഹിച്ചത്. അതിന് വിപരീതമായി വന്നതുകൊണ്ടല്ലേ താങ്കൾ ഈ റേഷൻ കടക്കും ഈ വിപരീതമായി വന്നു എന്നല്ല പറയുന്നത്. 4 റേഷൻ കാർഡ് മാത്രം ഉള്ള ഒരു റേഷൻ കടയാണ് വരുന്നത്. സ്റ്റിൽ അവിടെ 82 റേഷൻ കാർഡുകളാണ് ഉള്ളത്. ഇതിനൊരു നിയമമുണ്ട്, 400 കാർഡുകൾ മിനിമം വേണം പുതിയത്. ഈ 800 ഇപ്പൊ വെച്ചിട്ടുള്ള കണക്ക്. 400 കാർഡുകളിൽ പ്രയാസം അനുഭവിക്കുന്ന ഭൂമിശാസ്ത്രമുള്ളടത്ത് അതാണുള്ളത്. താമരശ്ശേരിക്ക് എന്ത് ഭൂമിശാസ്ത്രപരമായ പ്രയാസമുള്ളത്? ഒന്ന്, ഈ ചുറ്റളവിൽ 5 റേഷൻ കടകൾ 3 കിലോമീറ്ററിനുള്ളിൽ നിൽക്കുകയാണ്. അപ്പൊ ഞാനിത് തുർവാണത്തെ ഉപയോഗിച്ചുകൊണ്ട് താമരശ്ശേരിക്കും കൂടി ഗുണം ചെയ്യിക്കാം എന്നുള്ള എന്റെ ഒരു പ്രാദേശിക വികാരമാണ്. ഞാനത് അല്ല, അതിൽ തന്നെ തെറ്റില്ലേ? കാരണം സർക്കാർ വിഭാവനം ചെയ്യുന്ന റേഷൻ കട വീടുകളിലേക്ക് ഉന്നതികൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഉന്നതികൾ ഒന്നും ഉദ്ദേശിക്കുന്നത് ആദിവാസി ഊരുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളല്ലേ? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയല്ല. തുർവാണത്തെ ഒരു പരിധി വരെ സർക്കാരിന്റെ നിയമത്തിൽ തുർവാണം ഉൾപ്പെടുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ ബുദ്ധിമുട്ടുന്ന ഒരു പ്രയാസമാണ് താൽക്കാലികമായ ഒരു സംവിധാനമാണ്. അപ്പൊ അതിനെ എങ്ങനെയാണ് താങ്കളുടെ റേഷൻ കടക്ക് ഗുണകരമാകുന്ന രീതിയിൽ കൊണ്ടുവരിക? അത് തന്നെ തെറ്റല്ലേ? കാരണം സർക്കാരിന്റെ നിയമത്തിന്റെ പരിധിക്ക് പുറത്തായിരിക്കില്ലേ തുർവാണവും താമരശ്ശേരിയും? അല്ല, തുർവാണം ഇതിന്റെ ഉള്ളിലുള്ള പ്രദേശം. കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലഡ് കൊണ്ട് എന്നും പഞ്ചായത്തിന്റെ ബോട്ടും കാര്യങ്ങളും ഈ ഉള്ള
ഇട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്ന, നമ്മളടക്കം അവിടെ പല രീതിയിലും ഇടപെടുന്ന പ്രദേശമാണ്. അങ്ങനെ പ്രയാസപ്പെടുമ്പോൾ അത് പ്രയാസപ്പെടുന്ന ശരി, ആ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിക്കും. അടുത്തൊരു ചോദ്യം ആ വിഷയത്തിൽ തന്നെയാണ്. താങ്കൾ പറയുന്നു ഇത് കൈക്കൂലി കൊടുത്തുകൊണ്ടും അല്ലെങ്കിൽ മറ്റു പല രീതിയിലും കൊണ്ടുവന്ന റേഷൻ കടയാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് കൈക്കൂലി കൊടുത്താൽ താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് തെളിയിക്കാത്തത്? തെളിയിക്കാൻ ഞാൻ വിജിലൻസിൽ കൊടുത്തിട്ടുണ്ട്, അത്രയല്ലേ കഴിയുള്ളൂ. വിജിലൻസിൽ SP-യുടെ കയ്യിലാണ് വിജിലൻസിന്റെ ഓർഡറുകൾ. അതില് പിന്നെ പ്രഷർ ചെയ്യാനുള്ള ത്രാണിയുള്ള ഒരാളല്ല താങ്കൾ. സംസ്ഥാന അതുവഴി എല്ലാ രീതിയിലും മുഖ്യമന്ത്രിയുടെ കൈ കൊടുത്തിട്ടുണ്ട്, പിന്നെ വിജിലൻസിന്റെ കൈ കൊടുത്തിട്ടുണ്ട്, ഭക്ഷ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ പറയുന്ന പരാതി? ഇത് തന്നെ ഏത് 4 കാർഡ് വെച്ച് പിന്നെ സ്റ്റിൽ 80 കാർഡ് ആകുള്ളൂ. എന്നിട്ട് ഈ സംവിധാനം ഇപ്പൊ മറ്റേ ഇതുണ്ട്, ചുറ്റുവട്ടത്തുനിന്ന് എല്ലാം എവിടെ വേണമെങ്കിലും വാങ്ങാന്നുള്ളത്. അതിനുപയോഗിച്ചുകൊണ്ട് മറ്റേ സ്വാധീനങ്ങളും മറ്റും ഉപയോഗിച്ച് അവിടുന്ന് അത് മറ്റേ കച്ചവടം ഉണ്ടാക്കാനുള്ള അങ്ങനെ ഒരു ഇപ്പോസ് കൊണ്ടല്ലേ ഒരു ലൈസൻസി കൊണ്ടുവന്നുകൊണ്ട് ഈ കൊണ്ടുവന്ന സംഘടനക്കോ ആളുകൾക്കോ എന്താണ് പ്രത്യേകിച്ച് ഉപകാരം? ചില വ്യക്തി താല്പര്യം, സ്ഥാനാർത്ഥി ഉൾപ്പെടെ ചില വ്യക്തി താല്പര്യം, ഈ സ്ഥാനാർത്ഥിത്വം നേരത്തെ മുൻപിൽ കണ്ടുകൊണ്ട് അപ്പൊ ഇപ്പൊ അതാണ് അവകാശവാദം പറയുന്നത്. എന്നാൽ ഈ സ്ഥാനാർത്ഥി തന്നെ ഇപ്പൊ സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ അഭ്യർത്ഥന കൊണ്ടുവരുമ്പോ ഇത്തരം കാര്യങ്ങൾ ഇതിലൊന്നും എന്തായാലും ഇത് നാട്ടില് വിലപ്പോവില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആ അഭ്യർത്ഥനയിൽ അത് കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇതിന്റെ നിലനിൽപ്പ് എവിടെയാണ് എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ശരി, അപ്പൊ താങ്കൾ ഉന്നയിക്കുന്ന ഒരു കാര്യം, താങ്കളുടെ പ്രതിഷേധം എന്ന് പറയുന്നത് താങ്കൾക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉണ്ടായി, താങ്കളുടെ ഈ സ്ഥാപനത്തിന്റെ പേരിൽ താങ്കൾക്കെതിരെ നടപടി സ്വീകരിക്കപ്പെടില്ല, താങ്കളെ ആളുകൾ വിദ്വേഷം പോലെ ഈ സ്ഥാനാർത്ഥി അല്ല സ്ഥാനാർത്ഥിയാവുന്നതിന് മുമ്പ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചാണ് എന്റെ ചോദ്യം. റിബൽ സ്ഥാനാർത്ഥി എന്ന അഡ്രസ്സിലാണ് താങ്കൾ വരുന്നത്. അതുകൊണ്ടാണ് എന്റെ ചോദ്യം. താങ്കൾ റിബൽ ആയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിലാണ് നമ്മൾ തുടങ്ങിയത്. അതിന് കൃത്യമായ ഉത്തരവാണ് എനിക്ക് വേണ്ടത്. താങ്കൾക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഉണ്ടായതാണോ താങ്കളെ റിബലാക്കിയത്, അതോ എല്ലാം ചേർന്നതാണ്? അല്ലാണ്ട് അങ്ങനെ ഒരു പ്രത്യേക സെപ്പറേറ്റ് ചെയ്യാൻ അതിനെ കഴിയില്ലല്ലോ. അതുപോലെ ഞാനൊന്നും കൂടി എണ്ണാം. വ്യക്തിപരമായ ആരോപണങ്ങൾ ഉണ്ടാവുന്നു, താങ്കൾ ചില പ്രത്യേക ആവശ്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറോട് ഉന്നയിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലുള്ള ജനങ്ങൾക്ക് വേണ്ടിയുള്ള ചില ആവശ്യങ്ങൾ, പാർട്ടിയോട് പറയുന്നു. ആ ആവശ്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റോ ഭരണസമിതിയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മെമ്പറോ അംഗീകരിക്കുന്നില്ല. ഓക്കെ, പാർട്ടിയുടെ എന്താണ് ഇടപെടൽ? പാർട്ടിയോട് ഞാൻ ഈ റേഷൻ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ നീതികേടുകളും, അപ്പൊ റേഷൻ തന്നെ കട തന്നെയാണ് പ്രധാന അല്ല അതിന്റെ 1/3 റേഷൻ 1/3 മൂന്നിലൊന്ന് ഇതുമായി ബന്ധപ്പെട്ട് ട്രിഗർ ചെയ്യപ്പെട്ട പ്രധാന കാരണം റേഷൻ കടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നിൽ ഇപ്പൊ നമ്മൾ 3ആയിട്ട് തിരിക്കുകയാണ്. 1/3 കാരണം എന്റെ ഉപജീവനം മുട്ടാണ്. ശരി, ഒരു പാർട്ടി നിങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചില്ല എന്നതാണ് താങ്കൾ. പാർട്ടി അനുകൂലമായി സ്വീകരിച്ചില്ല എന്നുള്ളത് അതല്ല പ്രയാസം. പാർട്ടി അനുകൂലമായി സ്വീകരിച്ച എല്ലാ വർത്തമാനവും പറയാണ്. ഇതിനെതിരെ സ്റ്റേ വാങ്ങിക്കുക എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അപ്പൊ എന്റെ മക്കൾ ഇടപെട്ട് പറയണം, ഒരു പ്രദേശത്ത് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെടും. എന്റെ മകനൊരു അഭിഭാഷകൻ കൂടിയാണ്, തെറ്റിദ്ധരിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ പോകണ്ട, അതിന് നമുക്ക് മാർഗങ്ങൾ കണ്ടെത്താം. ഒരിക്കലും വിചാരിച്ചില്ല എന്ത് വരുന്നു. ഇത് തെറ്റായ രീതിയിൽ കൈക്കൂലിയുടെ അടിസ്ഥാനത്തിലും മറ്റുമായി ഭരണപരമായ സ്വാധീനം തെറ്റായി ഉപയോഗിച്ച് ഇതിനെ കൊണ്ടുവരാൻ കഴിയുന്നു. കാരണം ഞാനിത് കൃത്യമായി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. 400 കാർഡ്, പിന്നെ ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഇങ്ങനെ വരുള്ളൂ, ഇതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ എന്റെ ട്രേഡ് യൂണിയൻ രംഗത്ത്. അപ്പൊ പിന്നെ ഞാനിത് ഇങ്ങനെ വഞ്ചിതനാവുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് താങ്കളുടെ പ്രശ്നങ്ങൾ, താങ്കൾ മുന്നോട്ട് വെക്കുന്ന. ഇത് നമ്മളെല്ലാരോടും പറഞ്ഞ് അപ്പൊ അത് ശരിയായ രീതിയിൽ വിവിധങ്ങളായ തട്ടല്ലേ. ഇത് ആ മന്ത്രി ഈ മന്ത്രി എന്നല്ലല്ലോ. ഇടതുപക്ഷ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംവിധാനല്ലേ. നമ്മളൊക്കെ വല്ലാതെ താങ്കൾ അതിന് ഇടതുപക്ഷം താങ്കളെ കെയർ ചെയ്യേണ്ട ആവശ്യകതയില്ല. താങ്കൾ ഓൾറെഡി LDF-ന്റെ മുന്നണിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അംഗമല്ല നിലവിൽ. അല്ല, ഏതെങ്കിലും ഒരു പാർട്ടി അംഗത്തിനെ അല്ലല്ലോ ഇടതുപക്ഷം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. CPM-ന്റെയോ ഞാൻ പാർട്ടി നിങ്ങളെ പരിഗണിച്ചില്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ പറയുന്നത്. പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഒന്നുകിൽ CPI അല്ലെങ്കിൽ CPM എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അതിന്റെ അർത്ഥം. താങ്കൾ CPI-യുടെയോ CPM-ന്റെയോ നിലവിൽ മെമ്പർ അല്ല, അല്ലെങ്കിൽ ആ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന. പണ്ട് നടന്നിരുന്നു, പണ്ട് താങ്കളുടെ പൂർവ്വകാലങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെയായിരുന്നു. പക്ഷേ ഇടക്കാലത്ത് ആ പാർട്ടിയുടെ നിലവിലുള്ള നയങ്ങളിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് താങ്കൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ താങ്കളെ പുറത്തേക്ക് ഇറക്കി വിട്ടതാണ്. പിന്നെ എന്തിനാണ് പാർട്ടി താങ്കളെ കെയർ ചെയ്യേണ്ട ആവശ്യം? അല്ല, അങ്ങനെ കെയർ ചെയ്യേണ്ട എന്നെ മാത്രമല്ല, ഓരോ മനുഷ്യനെയും കെയർ ചെയ്യേണ്ട ഒരു സംവിധാനമാണ് കേരളത്തിലുള്ള ഇടതുപക്ഷ പ്രസ്ഥാനം. പിന്നെ വേറെ രീതിയിൽ പറയാം, എനിക്കിവിടെ പറയാനും പാടില്ല, അത്ര ഭംഗിയുണ്ടോന്നൊന്നും അറിഞ്ഞൂടാ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ കുടുംബമാണ് എൻ്റെത്. ഞാൻ മെമ്പറാണോ അല്ലോ എന്നുള്ളത് മാത്രമല്ല, ഇടതുപക്ഷത്തിന്റെ മെമ്പർഷിപ്പുള്ള, ഇടതുപക്ഷത്തിന്റെ ബഹുജന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ വർക്ക് ചെയ്യുന്ന മെമ്പർമാരുടെ ഒരു കുടുംബമാണ് എൻ്റെത്.
ഞാൻ അവിടെ പോണത് എന്തിനാണ്? വ്യക്തിപരമായിട്ടല്ല, ആ രീതിയിൽ ന്യായമായ ആവശ്യം. അതിന് ഞാൻ വേറൊരു അർത്ഥത്തിൽ പുറകോട്ട് പോയി എന്ന് വെച്ചാലും ഇടതുപക്ഷ സംവിധാനത്തിനോട് ന്യായമായ ഒരു ആവശ്യം പറയാൻ എൻ്റെ അങ്ങനെയല്ലേ, ഇനിയിപ്പോ കഥ ചോദിക്കണ്ടേ, അങ്ങനെയല്ലേ, ഇങ്ങനെ അല്ല എന്നുള്ളൊരു ധാരണ ഇപ്പൊ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പൊ കാശുള്ളവന്റെ കളറുള്ളവന്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ മുന്നണി സംവിധാനം, കാശില്ലാത്തവനും കളറില്ലാത്തവനും അംഗീകരിക്കപ്പെടാതെ പോകുന്നു. ഇത് നിങ്ങൾക്ക് വീക്ഷിച്ചാൽ മതി, നിങ്ങൾക്ക് വീക്ഷിച്ചാൽ മതി. നിങ്ങൾ എത്രയോ കാലമായിട്ട് മാറഞ്ചേരിയിൽ നടക്കല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന നേതാക്കളൊക്കെ എവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ അപൂർവം മറ്റേ ഘടകകക്ഷികളുടെ ഒരു സഹകരണത്തിന് ഇങ്ങനെ പോണു എന്നല്ലാതെ. പിന്നെ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ കരുത്തുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഞാന്. എന്റെ പൂർവ്വകാലത്തിനെ കുറിച്ച് പറയുന്നതിൽ ഭംഗിയുണ്ടോ എന്ന് അല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാലഘട്ടമാണ്. താങ്കൾ കടന്നു വന്ന യൗവനങ്ങളും യൗവനത്തിൽ താങ്കൾ തീർത്ത സമരങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. താങ്കൾ ഈ നാടിന് ചെയ്ത സേവനവും പാർട്ടിക്ക് ചെയ്ത സേവനങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് താങ്കൾക്ക് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും പ്രതിഷേധ സ്ഥാനാർത്ഥി എന്ന നിലക്കൊക്കെ പറയാനുള്ളത്. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചത് റിബൽ എന്ന് എല്ലാവരും വിളിക്കപ്പെടുന്നത് കൊണ്ടാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നാണ് ശരിയായ പദപ്രയോഗം. അപ്പൊ ഇതൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് താങ്കൾക്ക് പറയാനുള്ളത് അല്ലെ? കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. മാറഞ്ചേരി പഞ്ചായത്തിലെ ലൈബ്രറി ഒന്നും കൂടി വിപുലീകരിച്ചുകൊണ്ട് മാറഞ്ചേരി പഞ്ചായത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് കൂളത്ത് മെയ്തുട്ടി സാഹിബിന്റെ സ്മാരകമാക്കി നിലനിർത്തണമെന്ന ആഗ്രഹമുണ്ട്. അതിനായി പരിശ്രമിക്കും. അതുപോലെ തന്നെ മാറഞ്ചേരി വില്ലേജ് ഓഫീസിന് പരിസരത്ത് കിടക്കുന്ന ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാംസ്കാരിക വകുപ്പിനെ കൂടി ഉപയോഗപ്പെടുത്തി മാറഞ്ചേരിയുടെ മഹാരഥന്മാരായിരുന്ന ഈ മൊയ്തു മൗലവിയുടെയും പറയേരിക്കൽ കൃഷ്ണപ്പണിക്കരുടെയും സ്മാരകം നിർമ്മിക്കും. ആ സ്മാരകത്തിൽ മാറഞ്ചേരിക്ക് ആദ്യകാല ദേശീയ അവാർഡ് നേടിത്തന്ന പാർസി മുഹമ്മദ് ഖായുടെ നാമധേയത്തിൽ ചങ്ങരംകുളം കാണി ഫിലിമിൻ്റെ മാതൃകയിൽ ഒരു ഫിലിം സംവിധാനം കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മൾ തലമുറകളായി ഉപയോഗിച്ചിരുന്ന അരങ്കുളമുണ്ട്. അരങ്കുളം എന്ന് വല്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഒരുപാട് തലമുറകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു സംവിധാനമാണ്. ഇന്ന് കാരണവന്മാരുടെ ഭാഷയെ പറഞ്ഞാൽ ചന്തി കഴുകാൻ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനെ നല്ല രീതിയിൽ എത്തിച്ച് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കും. അതുപോലെ ചുറ്റുപാടും കൃഷിയാണ്. മാറഞ്ചേരിയിൽ ഒരുപാട് കൃഷി അനുഭവമുള്ളവരുണ്ട്. NK ഉസ്മാനെ പോലുള്ള ഒരുപാട് കൃഷി അനുഭവമുള്ളവരുണ്ട്. അവരെ ഉപയോഗപ്പെടുത്തി കൃഷി ആധുനികവൽക്കരിക്കാൻ ശ്രമിക്കും. കൂടാതെ കുത്തഴിഞ്ഞ നിലയിൽ പ്രവർത്തിക്കുന്ന പരിരക്ഷാ സംവിധാനം, മാറഞ്ചേരിയിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് സംവിധാനവും അതിനേക്കാൾ ഇരട്ടി സംഖ്യ ചെലവഴിക്കുകയും അതിൻ്റെ 1/4 ഭാഗം പോലും ഉപയോഗപ്രദമായി ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ അങ്ങുമിങ്ങും ഓടിക്കൊണ്ടിരിക്കുന്ന പരിരക്ഷാ സമ്പ്രദായം കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ മാതൃകയിൽ ഒരുമിപ്പിക്കുകയും കരുണ പാലിയേറ്റീവിനോടുകൂടി ഓഡിറ്റ് ഒബ്ജക്ഷൻ ഇല്ലാത്ത രീതിയിൽ സംയോജിപ്പിച്ച് അത് ഫലപ്രദമായി കൊണ്ടുവരാൻ ശ്രമിക്കും. ഇത്രയൊക്കെയാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്ക് താങ്കൾക്ക് പറയാനുള്ളത്. തീർച്ചയായും താങ്കളുടെ ഈ ഒരു ലക്ഷ്യങ്ങളും ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടട്ടെ. താങ്കൾ വിജയിച്ച് ഭരണസമിതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അവസരം തന്നതിന് നന്ദി, നമസ്കാരം. അപ്പോൾ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ റിബൽ സ്ഥാനാർത്ഥിയായി താമരശ്ശേരിയിൽ നിന്നും മത്സരിക്കുന്ന കബീർ അമ്പാരത്താണ്. കബീർ അമ്പാരത്ത് അദ്ദേഹം എന്തുകൊണ്ട് റിബലായി എന്നുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ താനൊരു ജനപ്രതിനിധിയായി വന്നാൽ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന ചില സ്വപ്നങ്ങൾ കൂടി നമുക്ക് മുമ്പാകെ പങ്കുവെക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു റിബൽ സ്ഥാനാർത്ഥിയെ കൂടി ഇവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് പനമ്പാട് പ്രദേശത്തു നിന്നും വളരെ ശക്തമായൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി രൂപം കൊണ്ടത്. ആ സ്ഥാനാർത്ഥിയെ നമുക്ക് അടുത്ത അധ്യായത്തിൽ ഈ ഒരു വേദിയിൽ പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.